ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അന്നപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? സുഖമായിട്ടിരിക്കുന്നില്ലേ? അപ്പോൾ ഞാൻ രാവിലെ തന്നെ എണീച്ചിരുന്നു കേട്ടോ. കാരണം ഞാനും ആഷിക്കാക്കിയും ഐസും മാത്രമേ ഉള്ളൂ ഇപ്പോൾ വീട്ടിൽ. ഐസുമ്മ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു രാവിലെ തന്നെ എണീച്ചിട്ട് എല്ലാ പണിയും കഴിച്ചേക്കാണ്. കാരണം ചോറ് വെക്കലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ രാവിലെ തന്നെ ഒക്കെ ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ കൂടെ ഐസും കൂടി എണീച്ചിരുന്നു കേട്ടോ. ആഷിക്കാക്കിയും എസ്ലി എണീച്ചില്ല. ഞാനും ഐസും വേഗം എണീച്ചു. കാരണം ഐസു നേരത്തെ എണീക്കുന്ന ആളാണ്, നേരത്തെ ഉറങ്ങുകയും ചെയ്യും, അതേപോലെ നേരത്തെ എണീക്കുന്ന ആളാണ്. അന്നപ്പോൾ ഞാനും ഐസും അടുക്കളയിലുണ്ട്. ഐസ് ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ കാണുന്നില്ലെങ്കിൽ ആ സൈഡിൽ, ഫ്രിഡ്ജിൻ്റെ ആ സൈഡിലായിട്ട് ഇവരുള്ളവിടെ നല്ല കളിയിലാണ്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ദോശയ്ക്ക് വേണ്ടിയിട്ട് മാവ് ഞാൻ എന്താ പറയുക അരിച്ചെക്കുന്നത് രാവിലെയാണ്. കാരണം ഇത് ഉഴുന്ന് ദോശയല്ല, അരിദോശയാണ്. അപ്പോൾ അതിനുള്ളതൊക്കെ ഞാൻ രാവിലെ തന്നെയാണ് ചെയ്തേക്കുന്നത്. രാവിലെ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി. കാരണം ഉഴുന്ന് പുതർത്തിയൊക്കെ എന്നോട് മറന്നുപോയി. രാത്രി ഞാൻ അരി പുതർത്തിയേ മാത്രമേ ഉള്ളൂ, ഉഴുന്ന് പുതർത്താൻ മറന്നുപോയി. അങ്ങനെ അരി പുതർത്തിയിട്ട് അതിലേക്ക് ഈസ്റ്റും അതേപോലെ പഞ്ചസാരയും ഉപ്പും ഒക്കെ ഇട്ടിട്ട് ആണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതാണ് രാവിലെ തന്നെ ചെയ്യുന്നത്. പിന്നെ ചോറിനുള്ളതൊക്കെ അപ്പം തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഐസ് ബാക്ക്ഗ്രൗണ്ടിൽ അങ്ങനെ കരിയുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഐസിലും കരിയുന്നുണ്ട്. അപ്പോൾ ഞാൻ വേഗം തീർത്തിട്ട് വേഗം പണി കഴിച്ചിട്ട് ഐസിലിൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കണം. ആഷികാക്ക എണീറ്റിട്ടില്ല. ആഷികാക്ക ഐസിലിൻ്റെ സൗണ്ട് കേട്ടാൽ സ്വതവേ എണീക്കുന്നതാണ്. എന്തോ അവൾ എണീക്കുക. ഞാൻ ഇടയ്ക്ക് ഐസിലിനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഇപ്പോൾ വരാം അതിങ്ങനെ ഇവിടുന്ന് അടുക്കളയിൽ നിന്ന് ഇങ്ങനെ വിളിച്ചു പോവാണ്. അപ്പോൾ വേഗം അരിയൊക്കെ അരിച്ചിട്ട് ചോറിനെല്ലാം കൂടി വെക്കണം. അപ്പോൾ അതിന് വേഗം ഇതൊക്കെ ചെയ്തിട്ട് വേണം നെസ്ലിൻ്റെ അടുത്തേക്കും കൂടി പോകാൻ. അപ്പോൾ രാവിലത്തെ പണി ഇങ്ങനെയൊക്കെയാണ്. രാവിലെ ഞാൻ സ്വതവേ ഇപ്പോൾ ഐസുമ ഇല്ലാത്തതിനെ കൊണ്ട് എന്താ പറയുക, ഉച്ചക്കത്തതും രാത്രിക്കത്തൊക്കെ രാവിലെ തന്നെ വെച്ചൊക്കെ റെഡിയാക്കി വെച്ചാൽ, അല്ലെങ്കിൽ കിച്ചണിലേക്ക് പിന്നെ കയറണ്ടല്ലോ. കിച്ചണിൻ്റെ പണി മൊത്തം കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു പണിയും ഉണ്ടാവില്ല. പിന്നെ അടിച്ച് വാരി തുടയ്ക്കാനുള്ളൂ. പിന്നെ അടിച്ച് വാരൽ ഡെയിലി അടിച്ചാലും തുടയ്ക്കൽ പിന്നെ ആഴ്ചയിൽ ഒരിക്കൽ മാത്രമേ ഞാൻ തുടയ്ക്കലുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ വേഗം ചെയ്ത് വേഗം തീർത്ത് കഴിഞ്ഞാൽ പിന്നെ മക്കളെ കാര്യം മാത്രം നോക്കിയാൽ മതിയല്ലോ. എന്നപ്പോൾ ഇതാ ഞാൻ ദോശയൊക്കെ ഉള്ളതൊക്കെ ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി ഐസ്ലിൻ്റെ അടുത്തേക്ക് ഞാൻ പോവുക കേട്ടോ. നമ്മൾ ഇപ്പോൾ മാവ് അരച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് കറണ്ടൊക്കെ പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു കറണ്ടൊക്കെ പോയി ഇനിയിപ്പോൾ എന്താ ചെയ്യുകയെന്ന് വിചാരിച്ചിരുന്നു. എന്നപ്പോൾ നമ്മൾ രാവിലെ തന്നെ ചോറ് വെക്കാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് ടൈം ആണെങ്കിൽ രാവിലെ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് എൻ്റെ എവിടെ തുടങ്ങണമെന്നൊന്നും ഒരു പിടുത്തം കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ അരമണിക്കൂർ എന്തായാലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ആ സമയത്ത് എന്താ പറയുക, കറിയും വെക്കാം, ചോറിന് വെള്ളവും വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അടുപ്പിലാണ് ഞാനിപ്പോൾ ചോറ് വെക്കുന്നത്. ഗ്യാസ് മറ്റേ നിർത്തി ഗ്യാസ് പോക്കണ്ടെന്ന് വിചാരിച്ചു. അതിനെക്കൊണ്ട് അടുപ്പിൽ വെക്കാന്ന് വെച്ചാൽ. അപ്പോൾ അടുപ്പ് ഞാൻ ആദ്യം ഒന്ന് ക്ലീൻ ചെയ്ത് അടുപ്പൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നു. അപ്പോൾ ഇനി ഒന്ന് അടുപ്പ് കൂട്ടണം. അപ്പോൾ ഞാൻ ഇവിടെ വിറകൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം വിറകൊക്കെ ആവശ്യമ്മ ഇവിടെ കൊണ്ടുപോയി വെച്ചിരിക്കുന്നു. അത് കുറച്ച് ഫസ്റ്റ് കത്തിക്കണം. അടുപ്പൊന്ന് കത്തിക്കണം. നമുക്ക് പക്ഷേ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഞാൻ തലകുത്താൻ നടത്തുന്നതാണ് തോന്നുന്നത്. അപ്പം നമുക്ക് ഓലക്കാടി ഒന്ന് ഫസ്റ്റ് വെച്ചത് അടുപ്പൊന്ന് കത്താൻ വേണ്ടിയിട്ടാണ്. അത് കത്തിക്കഴിഞ്ഞാൽ നമുക്ക് വിറകൊക്കെ വെക്കാം. അപ്പോൾ ഈ കത്തിക്കാം. ആഷിക്കാക്ക എണീച്ചിരിക്കുന്നു കേട്ടോ. ഐസുമായിട്ട് ടി വി കണ്ടുകൊണ്ടിരിക്കുക. ഇന്നലെ ടി വി ഒക്കെ ആഷിക്കാക്ക എന്നെ ഫിറ്റ് ചെയ്ത് ഒക്കെ റെഡിയാക്കി വെച്ച്. അപ്പോൾ ഓല് വരാൻ 2 ദിവസം പിടിക്കും. ഓല് ഒന്നെങ്കിൽ ഇന്ന് വരും, അല്ലെങ്കിൽ തിങ്കളാഴ്ച വരും എന്നാണ് പറയുന്നത്. അതുവരെ നമുക്ക് ക്ഷമ ഇല്ലാത്തതിനെ കൊണ്ട് നമുക്കല്ല, ഐസുവിന് ക്ഷമ. തീപ്പെട്ടി നമുക്ക് ഗ്യാസ് വന്ന് കത്തിച്ചിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം കേട്ടോ. ഒരു മിനിറ്റ് കഴിഞ്ഞാൽ അപ്പം വരാം. അയ്യോ ഒന്നുമില്ല, അപ്പം ജസ്റ്റ് ഒരു പാലിച്ച അന്നപ്പോൾ നമ്മൾ തീ കത്തിച്ച്. അപ്പോൾ അടുപ്പൊന്ന് കൂട്ടിയിട്ട് അടുപ്പൊന്ന് കുറച്ചൊന്ന് കത്തി വെക്കാം. എന്നിട്ട് വിറകൊക്കെ വെക്കാം. വിറകൊക്കെ വെച്ച് വലിയ മുട്ടി കഷ്ണം പോലത്തെ സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുപോയി വെച്ചിരിക്കുന്നത്. ഇതൊക്കെ എങ്ങനെ കത്തോന്നൊന്നും എനിക്കറിയില്ല. ഞാനാണ് കത്തിക്കുന്നത്. ഒന്ന് കത്തിയൊക്കെ വരട്ടെ. നമുക്ക് വെള്ളം വെക്കട്ടെ. അതാണ് കത്തിക്കോട്ടെ. വിറക് വെച്ചെടുക്കണം. ചീരയൊക്കെ അപ്പുറത്തുണ്ട്, ചീരയൊക്കെ കൊണ്ടുപോകും. ഇനി നമുക്ക് കറിക്കുള്ളത് അരിയാൻ. ഞാനിപ്പോൾ
ഉച്ചക്കത്തേക്കും രാത്രിത്തേക്ക് ഇപ്പോൾ വേറെ എന്തെങ്കിലും നമുക്ക് വെക്കാമെന്ന് ചോദിച്ചാൽ ഉച്ചത്തേക്ക് കൂടിയുള്ള കറിയാണ് വെക്കാൻ പോണത്. അപ്പം പരിപ്പ് കറി വെക്കാമെന്ന് വിചാരിച്ചു. ദോശക്ക് പരിപ്പ് കറി നല്ല കോമ്പിനേഷൻ അല്ലേ. ഉച്ചക്ക് പിന്നെ നമ്മൾ കുറച്ച് തിരക്കും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാനുള്ളതിനെ കൊണ്ടാണ് രാവിലെ തന്നെ ചോറും കറിയൊക്കെ ആക്കി വെക്കണത്. പിന്നെ മക്കളെ സമ്മതിക്കോ ഇല്ലയെന്ന് അറിയില്ല. അപ്പോൾ ആയിട്ടുള്ള തിരക്കിൽ കൂടെ ആയി പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ആദ്യം മുന്നേ രാവിലെ തന്നെ ചോറും കറിയൊക്കെ ആക്കി വെച്ചാൽ പിന്നെ അടുക്കളയിലേക്ക് ഇങ്ങോട്ട് കയറണ്ടല്ലോ. തിന്നാൻ നേരത്തെ മാത്രം കയറിയാൽ മതിയല്ലോ. പിന്നെ ഞാൻ മമ്പയർ കുതിർത്തി വെച്ചിരിക്കുന്നു, രാത്രി സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. അതൊന്ന് ഉപ്പേരി വെക്കണം. ആശികൾക്ക് പപ്പടം എന്തോ കൊണ്ടുവന്നിട്ട് ഇന്നലെ തോന്നിക്കുന്നു. അയ്യോ ഒരു മണ്ണാത്തം കയറി വരുന്നു എന്നപ്പോൾ അതും പപ്പടവും പൊരിക്കണം. മീൻ ഫ്രിഡ്ജിലുണ്ട് കേട്ടോ. പറയുമ്പോൾ അതിനോട് മറന്നു വയ്ക്കുന്നത് മത്തി ഫ്രിഡ്ജിലുണ്ട്. എനിക്ക് മത്തി എന്ന് പറഞ്ഞാൽ സാധനം ഇഷ്ടമില്ല. കാരണം അത് ചെറിയൊരു കുഞ്ഞമത്തി, വലിയ മത്തിക്കാണ് കുഴപ്പമില്ല കേട്ടോ. ചെറിയ കുഞ്ഞമത്തി അതിനെക്കൊണ്ട് അത് മുറിക്കാൻ ഭയങ്കര പാടാണ്. അപ്പോൾ അതൊന്ന് പൊരിക്കും വേണം. അതൊക്കെ ഞാൻ കുറച്ച് എൻ്റെ ചെയ്യുന്നുള്ളൂ. ഇപ്പം ഞാൻ കറിയും വെക്കും വേഗം. എന്താ പറയുക, ചോറിനുള്ള അത് തെളിച്ചോളമല്ലോ, വെള്ളം തെളിച്ചോളം. അപ്പോൾ അരിയിട്ടാൽ മതിയല്ലോ. അരിയിടുന്ന കണക്കൊന്നും എനിക്കറിയില്ല. ഞങ്ങൾക്ക് രണ്ടാൾക്കും മാത്രമേ ചോറ് മതി. ഐസ് പിന്നെ കുറച്ച് ചോറേ തിന്നോളല്ലോ. അപ്പം അതിനനുസരിച്ചിട്ടുള്ള ചെറിയ ഗ്ലാസ്സിൽ അരി ഇട്ടാൽ മതി എന്നൊക്കെയാണ് ഉമ്മ പറഞ്ഞു തന്നത്. അപ്പം അതിനനുസരിച്ചിട്ടൊക്കെ അരിയൊക്കെ ഇടണം. കാരണം ഇവിടെ റേഷൻ അരിയേ പറ്റുള്ളൂ. മറ്റേ അരി ആശകാക്കും പറ്റില്ല. എനിക്ക് ഉണ്ടരിയേനും ആദ്യം പറ്റും. മറ്റേ തടിച്ച അരിയില്ലേ, അതേനും പറ്റുക. പക്ഷേ ആശിക്കാക്ക ഇത് തിന്നുന്നതിനെ കൊണ്ട് വീട്ടിൽ മൊത്തം അതേനും വെക്കല്, റേഷൻ അരി അതിന് വെക്കല്. ഇപ്പം ഐസോനും ഞാൻ നെയ്ച്ചോറ് അതിന് വെച്ചെടുക്കുക. അപ്പോൾ നെയ്ച്ചോറ് നല്ല അലിഞ്ഞിട്ട് അതിന് വെക്കല്. അപ്പോൾ ഓനിക്ക് അത് തിന്ന് ഓനും അത് തയ്ക്കാം. ഇപ്പോൾ ഓനിക്ക് റേഷൻ അരി കൊടുത്തോലും അത് തിന്നു. മറ്റേ തടിച്ച അരി കൊടുത്താലൊന്നും തിന്നൂല. അപ്പോൾ ഇവിടെ റേഷൻ അരി തന്നെ വെക്കണം. ഉമ്മ മറ്റേ ചാക്കരിയൊക്കെ ഇവിടെ കൊണ്ടുവച്ച് നിൽക്കുന്നത്. പക്ഷെ വെറുതെ ആവുന്നതാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് മാത്രമായിട്ട് വേറെ വെക്കേണ്ടി വരും. എന്നപ്പോൾ ഇനി നമുക്ക് കറിക്കുള്ളതൊന്നും അരിഞ്ഞു. അപ്പോഴത്തേക്ക് ഇത് അരമണിക്കൂറാകുമ്പോഴേക്ക് നമുക്ക് ഫുഡ് ഉണ്ടാക്കാം. വാശിക്കാക്ക ഭയങ്കര ഫുഡ് സമയത്ത് കഴിക്കുന്ന ഒരാളാണ്. ഐസു എന്താ പാപ്പു തിന്നണ്ടേ? വൈസൂന് അതിൻ്റെ ഇടയ്ക്കിൽ ഫുഡ് കൊടുക്കണം. വൈസൂന് ഞാൻ വിചാരിച്ചിരുന്നു ദോശ കൊടുക്കാന്ന് വിചാരിച്ചു. അതൊക്കെ ഒന്ന് തയ്ക്കണമല്ലോ. എപ്പോഴും ഈ സെർലാക്കും വരികിയതൊക്കെ കൊടുത്ത് തയ്ക്കണ്ട. ഇനി അങ്ങോട്ട് എനിക്ക് വയസ്സ് കൂടി വരികയല്ല. എന്നപ്പോൾ എനിക്ക് വരികിയത് കൊടുക്കാന്നില്ല. തീപ്പെട്ടി എടുക്കാൻ വന്നിക്കാം. തീപ്പെട്ടി ഉണ്ടോ? എന്നപ്പോൾ വരികിയതൊന്നും ഒഴിവാക്കണം രാവിലെ തന്നെ. അപ്പോൾ രാവിലെ നമ്മൾ കഴിക്കുന്ന ഫുഡ് തന്നെ എനിക്ക് കൊടുക്കാനൊന്ന് നോക്കണം. കാരണം ചോറ് സമയത്ത് പോയതിൻ്റെ ശേഷമാണ് ചോറ് കഴിക്കാൻ തുടങ്ങി. അതേപോലെ രാവിലെ നമ്മൾ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് കഴിപ്പിച്ച് തുടങ്ങണമെന്നുണ്ട്. നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് കറിക്കുള്ളപ്പോൾ തീയൊക്കെ കത്തുന്നുണ്ട്. നല്ലോണം തീയൊക്കെ കത്തട്ടോ അവിടെ. പിന്നെ കറിക്കുള്ളതൊക്കെ അരിഞ്ഞിട്ട് അപ്പോൾ നമുക്ക് ഉരുളക്കിഴങ്ങാണ് ഞാൻ പച്ചതാക്കും. വലിയൊരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് എനിക്ക് ഉരുളക്കിഴങ്ങ് ഭയങ്കര ഇഷ്ടമാണ്. ഐസോളും ഇഷ്ടമാണ്. ചോറിൽ ഒഴിച്ച് ഞാൻ കൊടുക്കലാണ്. കറി വെച്ചാൽ ഉരുളക്കിഴങ്ങ് വേഗം മാറ്റി വെക്കും. എന്നിട്ട് എനിക്ക് ഉരുളക്കിഴങ്ങ് ചോറാണ് കൊടുക്കൽ. ഈ ഉരുളക്കിഴങ്ങ് മറ്റേ നമുക്ക് ഒരു എടുത്ത് മാറ്റുന്ന സാധനമല്ലേ, അതൊന്നും വാങ്ങണം. ഞാൻ എപ്പോഴും ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് ഉണ്ടാക്കുന്നത്. ഉമ്മ ചീത്തറി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് ആക്കലെന്ന് പറഞ്ഞിട്ട്. പക്ഷെ എനിക്കത് പിടുത്തല്ല. ഞാൻ അവിടെ ഇങ്ങോട്ടേക്കാണ് തൊലി ഇതൊക്കെ ഒഴിവാക്കല്. അപ്പോൾ നമുക്ക് വേഗം കറി വെക്കാം. കറി വെക്കാൻ എനിക്ക് പരിപ്പ് കറിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. തേങ്ങ അരച്ചിട്ടാണ് വെക്കണത്. എപ്പോഴും തേങ്ങ അരക്കാണ്ട് വറവിട്ട് വെക്കലാണ് ഞാൻ ചെയ്യൽ. അപ്പോൾ അതിലേക്ക് ഉരുളക്കിഴങ്ങും തക്കാളിയും വെളുത്തുള്ളിയും പച്ചമുളകും ഉള്ളിയും ഒക്കെ ഇട്ടിട്ട് പരിപ്പ് ഇട്ടിട്ട് ആദ്യം ഒന്ന് വേവിക്കും. എന്നിട്ട് അതിലേക്ക് തേങ്ങ ഇടലാണ്. തേങ്ങയും മഞ്ഞൾപ്പൊടി മാത്രമേ ഉള്ളൂ. മുളകും പൊടി ഒന്നും ഞാൻ ഇടലില്ല കേട്ടോ. എന്നിട്ട് വേഗം വറവിട്ടിട്ട് വേഗം എടുക്കും കേട്ടോ. അതിനാണ് കറി വെക്കൽ. എൻ്റെ കറി വെക്കലൊക്കെ വിറ്റാണ്. പക്ഷേ ചില സമയത്ത് എൻ്റെ കറിയൊക്കെ പിടിക്കും, ചില സമയത്ത് ഇഷ്ടമില്ല കേട്ടോ. അത് തുറന്നു തന്നെ ആൾ പറയും എന്താ ഇവിടെ നോക്കുന്നത്, ഞാൻ എന്താ ഇവിടെ പറയുന്നതെന്ന് നോക്കാൻ വന്നിട്ടാണ്. അതായത് രാവിലെ തന്നെ എണീക്കാന്നുള്ളത് ഒരു അത്ഭുതം. അത് അടുക്കളയിൽ നിന്നുള്ളത് വേറെ ഒരു അത്ഭുതം. സുലൈമാൻ നോക്കൂ, ഞാനൊരു കുടുംബിനിയല്ലേ, ഇതൊക്കെ ചെയ്യണം. നിങ്ങളിത് കാണുക. നല്ല ആള് ക്യാമറയിലൊക്കെ ഇങ്ങനെ കളിക്കുന്നുണ്ട്. ക്യാമറ തൊടിച്ചെടുക്കണമെന്നൊന്നോ വെള്ളത്തിൽ കളിക്കുന്ന ക്യാമറ ഒക്കെ ഞാൻ തൊടിച്ചിരിക്കുന്നത്. അത് ഞാൻ കുറച്ച് ദൂരത്തേക്ക് വെച്ചിട്ട് തോന്നുക. നിങ്ങളെടുക്കുമ്പോഴാണ് അത് നേരാവുക. ഞമ്മക്ക് പിന്നെ അല്ല എന്നപ്പോ ഞാൻ അരിയുന്നത് കാണൂലോ എന്ന് വിചാരിച്ചു. എന്നെ കാണുന്നില്ല. ഇത് നോക്ക് വെള്ളത്തിൽ കളിക്കണേ. തക്കാളി ആണോ അത്? തക്കാളിയൊക്കെ നല്ല വില. നമുക്ക് കളിക്കാനൊന്നും തരൂല. പിന്നെ
കാക്കു ഞാൻ അരിക്ക് വെള്ളം വെച്ചിട്ടോ. ഞാൻ നമുക്കിനി കണക്ക് നിങ്ങൾ പറഞ്ഞു തരണം, കണക്ക് എങ്ങനെയാന്നുള്ളോ. ക്യാമറമാൻ വന്നപ്പോ എന്ത് തെളിച്ചോ, എനിക്ക് ചീത്ത കേൾക്കൂട്ടോ. ക്യാമറ വെച്ചിട്ട് അവിടെ പോയിട്ട് ചീത്ത പറയാൻ ആംഗ്യ ഭാഷയിലൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട്. തുണി നോക്കി കാണിച്ചു തരണോ എടുത്തില്ലാത്തവനെ. അങ്ങനെ കുട്ടി കാക്ക ദോശ പരിപ്പ് കറി ആട്ടോ, പറ്റുമോ? എന്നപ്പോ ഇതൊക്കെയാണ് നമ്മുടെ രാവിലത്തെ അവസ്ഥ. എപ്പോഴും ഇങ്ങനെ ഒന്നല്ല കേട്ടോ. ഇന്ന് എസിലി നേരത്തെ എണീച്ചിരിക്കുന്നു. എസിലി 4 മണിക്ക് എണീച്ചിരിക്കുന്നു. എന്നിട്ട് ഞാൻ ഓളയും കൊണ്ട് നടന്ന് പിന്നെ കുറച്ച് നേരം ഓളം അത് കഴിഞ്ഞ് എന്താ പറയുക ഉറങ്ങി. ഇപ്പം എണീച്ച് ഞാൻ പണിയെടുക്കുന്നതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്നും നല്ല കരച്ചില്ല. ആശിക്കൊക്കെ കൊണ്ട് നടന്ന് ഓളം ഉറക്കിയതാണ്. എനിക്ക് ഉരുളക്കിഴങ്ങ് ചെന്ന് ആ സാധനം ഒന്ന് വാങ്ങണം, അത് ശരിയാവില്ല. ഇത് കത്തിനെ കൊണ്ടാക്കിയിട്ടേ പോണില്ല ഒരു. പിന്നെ ഞാൻ ചെത്തിയെടുക്കലാണ്. ചെത്തിയെടുക്കുമ്പോൾ ഇതിൻ്റെ കിഴങ്ങ് പകുതി മുക്കാലും പോകും. അല്ല അടുപ്പ് തീയാണ്. കാക്കുവാ ഈ അടുപ്പൊന്നും കൂട്ടി തരും. ഞാനിതാക്കിയതായിരുന്നു, തീ അണിഞ്ഞുപോയി. ഒന്ന് വേഗം. അപ്പോൾ അതവിടെ കറിക്കുള്ളത് വെച്ച് നമ്മൾ ദോശ ചൂടാൻ പോകട്ടെ. ഇത് നമ്മൾ ഇന്നലെ വാങ്ങിയ ദോശച്ചട്ടിയാണ്. എനിക്ക് ക്യാമറ ഇവിടെ വെച്ചിട്ടൊന്നും ശരിയാവാത്ത മാതിരി തോന്നാൻ. ഞാൻ ആശികാർക്ക് വന്നാൽ എനിക്ക് നല്ല ചീത്ത വരും. എനിക്ക് ക്യാമറ വെക്കാൻ അറിയില്ല എത്രയായിട്ടെന്ന്. അപ്പോൾ നമ്മളെ ദോശത്തവി നല്ല ചൂടാവുന്നുണ്ട്. നമുക്ക് ദോശ ചൂടാക്കാം. ദോശൻ്റെ റൗണ്ട് ഏകദേശം ഒരു പോലെ അയക്കുന്നുണ്ട്. ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ഉണ്ടോ? ഓക്കെ അല്ലേ? അതപ്പോൾ എനിക്ക് ദോശ ചൂടാനും അറിയാട്ടോ. അപ്പോൾ നമ്മൾ ഇത് പൊന്തി മറിച്ചിടാനും കൂടി നോക്കണം. അപ്പോൾ ഞാൻ ദോശയൊക്കെ ആവട്ടെ. അപ്പോൾ എനിക്ക് കുറച്ച് ലെങ്തി ആയിപ്പോൾ ഞാൻ ഇതിങ്ങനെ സംസാരിച്ചിരുന്നാൽ. അപ്പോൾ നമുക്ക് ദോശയൊക്കെ ചുട്ടിട്ട് ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ അതുപോലെ ഫുഡ് കൊടുക്കാം കേട്ടോ. അപ്പോൾ ദോശയും കറിയാണ്. ഓനങ്ങനെ രാവിലെ അങ്ങനെ ദോശ ഒന്നും കഴിക്കാതെ ഓന് വരികിയതാണ് കഴിക്കൽ. ആദ്യമായിട്ടാണ് നമ്മൾ ദോശ കഴിക്കുന്നത് അല്ലേ? ആ ഉമ്മ വെച്ച രസമുണ്ടോ? അതാ ഒറ്റ തുപ്പല് അല്ല, അത് മ്യൂട്ടാക്കി വെച്ചതാണ് TV, അതുകൊണ്ടാണ്. എന്നപ്പോ ഐസനും ഫുഡൊക്കെ കൊടുത്ത് നമ്മൾ രണ്ടാളും ഫുഡൊക്കെ കഴിക്കണം അല്ലേ? എന്നാല് ഞാൻ എനിക്ക് വേഗം ഫുഡൊക്കെ കൊടുത്ത് വരട്ടെ. ഐസനൊക്കെ ചായ ഒക്കെ കൊടുത്ത് കഴിഞ്ഞ് ഞാൻ ആശിക്കാക്കിയും ചായ കുടിക്കാൻ പോവാണ്. പാലുണ്ട് കേട്ടോ ഫ്രിഡ്ജില്. ഐസും കട്ടായിട്ട് അതപ്പോ അതാ ഞങ്ങള് ചായ കുടിക്കാൻ രാവിലെ തന്നെ ചോറൊക്കെ വെച്ചതാണ് കുടുംബിണിയാണ്. അപ്പൊ ചോറിഞ്ഞ് മീൻ മുറിച്ചിട്ട് അത് പൊരിക്കുക, കറിയും വെക്കുന്ന പപ്പടവും പൊരിക്കണം. പപ്പടം അപ്പഴൊന്നും പൊരിക്കില്ല, ചോറ് തിന്നാൻ നേരത്ത് പപ്പടമൊക്കെ പൊരിക്കും. എന്നപ്പോ ഞങ്ങൾ ഇനി ചായ കുടിച്ചിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് കുളിച്ചിട്ട് പറച്ചൂന് ഒരു ഉറക്കമുണ്ട്. ഐസ് കിടന്നുറങ്ങുമ്പോ ഞാനും കിടന്നുറങ്ങും. അപ്പോഴൊക്കെ എസില് കിടന്നു എണീക്കുക. അത് അങ്ങനെ തന്നെയാണ് ഈ അവസ്ഥ. അപ്പൊ ഞങ്ങള് വേഗം ഒന്ന് ചായ കുടിച്ചിട്ട് അത് ആശികാക്ക് അവൻ കരിയാണ്ടിരിക്കാൻ വേണ്ടി അവനോട് ആശികാട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് എല്ലായിടത്തും കൊണ്ടുപോയി ഇതാക്കുക അല്ലേ? നിങ്ങൾ ഉറുമ്പ് കടിക്കണം, ഉറുമ്പ് കടിക്കണം തന്നെ, ഉറുമ്പ് കടിക്കണം. അങ്ങനെ ചായ കുടിക്കണം കേട്ടോ. ടേസ്റ്റ് ഒക്കെ ഉണ്ട്, ടേസ്റ്റ് കുറവൊന്നുമില്ല. ഞാൻ തിന്നാൻ നോക്കി. അപ്പോൾ അതാ നമ്മൾ മീൻ മുറിക്കാൻ പോവാണ്. മീൻ മുറിക്കുകയാണ്, പോവല്ല. ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞ് കടലിൽ നിന്ന് വന്നിട്ട് കുറേ ദിവസമായ മത്തിയാണ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ അതേ കിട്ടുള്ളൂ. ഇത് 2 ദിവസമായി ഫ്രിഡ്ജിൽ വെക്കണ്. 2 ദിവസം എടുത്ത ഫ്രിഡ്ജില് അവിടുത്തെ മീൻകാരന്റെ ഫ്രിഡ്ജിൽ എത്ര ദിവസം. ഇവിടെ നല്ല മീനൊന്നും കിട്ടുന്നില്ല. ഞാൻ കഷ്ണമീനൊക്കെ ആശിക്കാനോ വാങ്ങാൻ പറഞ്ഞത്. ഇന്ന് വാങ്ങിക്കൊണ്ടുവന്നാണ് ഞാൻ. മത്തിയും മാന്തിയും മാത്രം ഉണ്ട് ഇവിടെ. പൂച്ച കാലോട് കുറേ പൂച്ച ഉണ്ട് കേട്ടോ. 10-16 പൂച്ച ഉണ്ട് ഇവിടെ. ഈ സമയത്ത് ഇവിടെ മന്തി ബാക്കി വന്നത് പൂച്ചക്ക് കൊടുത്തില്ല. അപ്പൊ പൂച്ച വിചാരിച്ചു ഇവിടെ എന്നും മന്തിയാന്ന് വെച്ചിട്ട് ഡെയിലി ഉച്ചക്ക് രാവിലെ വൈകുന്നേരം രാത്രിയൊക്കെ ഇവിടെ വന്ന് കുത്തിരിക്കും എന്തോ തിന്നാൻ കിട്ടുമെന്ന് വെക്കാൻ. അപ്പൊ ഞാൻ പറഞ്ഞ പച്ചക്കറിയും ചോറാ മക്കളെ നിങ്ങൾക്ക് വേണേ തിന്ന് പോയിക്കൊന്നു. ആ പൂച്ച എല്ലാം തിന്നു കേട്ടോ. ഈ തടിയൻ പൂച്ചല്ലേ എല്ലാം തിന്നു. പൂള വരെ തിന്നിട്ടുന്നു. ആ ഐസും മട്ടും എടുത്തത്. മൂന്നാളായി. ഇനിയും വരും, ഇനിയും വരാണ്ട്. 16 എണ്ണം ഉണ്ട്. ഞാൻ എണ്ണിയതാ. ഇനിയും വരാണ്ട്.
ഈ മീൻ മുറിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു യുദ്ധമാണ്. ഒക്കെ ഓൻ തന്നെ തിന്ന്, ആർക്കും കൊടുക്കൂല. ഓൻ തന്നെ തന്നെ ആ കൊടുക്കാന ദേഷ്യം പിടിച്ചാൽ അവിടെ പൂച്ച എന്തൊക്കെയോ വിളിച്ചറിയൊക്കെ ചെയ്യൂ. നോക്കിക്കൊണ്ടി നോക്കണ്ടോ നോക്കാതെ ശ്രദ്ധിച്ചോണ്ട് ഇന്റെ ചീത്ത അറിയുന്നതാണ്. ആ കണ്ടോ ചീറ്റുന്നേ. അപ്പോൾ മീനൊക്കെ മുറിച്ച് കഴിഞ്ഞ് പിന്നെ അകം കൊലായിയൊക്കെ ഒന്ന് അടിച്ചാരാം കേട്ടോ. പക്ഷെ ഐസാണ് എൻ്റെ നട്ടം തിരിക്കുകയാണ്. അടിച്ചാരുന്ന കൂടെ ഒക്കെ നടന്നിട്ട് വേസ്റ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാം. അപ്പോൾ ഐസിനോട് ദേഷ്യം പിടിക്കാൻ പറഞ്ഞ ചൂരിലൊക്കെ ഉണ്ടൊക്കെ ഞാൻ അടിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഞാനും ഓനും പിന്നെ കച്ചറയിനാണ്. പിന്നെ പിന്നാലെ നടക്കും. ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ എൻ്റെ പിന്നാലെ ഓനും ഉണ്ടാവും നടക്കാൻ. അപ്പോൾ ഞാൻ വേഗം അടിച്ചാരിയിട്ട് നിൽക്കുകയാണ് ചെയ്യൽ. അപ്പോൾ ഐസന് കളിക്കാനൊരു കുട്ടി വന്നിട്ട് നമ്മളെ വീടിൻ്റെ ബാക്കിലുള്ളതാണ് കുട്ടി. വന്നപ്പം ഐസൻ്റെ കൂടെ കളിക്കാൻ വന്നത്. ഐസന് ഇവിടെ ആരുമില്ല. അങ്ങനെ കുറേ മക്കളൊക്കെ ഉണ്ട് കേട്ടോ. മക്കളൊക്കെ വൈകുന്നേരം വരുത്തുണ്ട്. പക്ഷെ ഓൻ്റെ പ്രായത്തിലുള്ളൊരു കുട്ടികളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഐസൻ്റെ കൂടെ അവൻ കുറച്ച് നേരം കളിച്ചൊക്കെ ചെയ്തിട്ടോ. അങ്ങനെ അതാ ഞാൻ എല്ലാം കഴിഞ്ഞ് മുറ്റടിച്ചാരാണ്ടോ. അപ്പോൾ സമയം ഒരു 11 മണിയൊക്കെ കഴിഞ്ഞിരിക്കുന്നു മുറ്റടിച്ചാരുമ്പോൾ. അപ്പോൾ ഞാൻ ആദ്യത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ട് മുറ്റടിച്ചാരാന്നാണ് വിചാരിച്ചിട്ട്. മുറ്റത്ത് അധികം വേസ്റ്റോ കാര്യങ്ങളൊന്നും ഇല്ല. കാരണം മരത്തിന് മുകളിലുള്ള ഇല മാത്രമേ ഉള്ളൂ, 2-3 ഇല മാത്രമേ ഉള്ളൂ. അതാ പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് അടിച്ചുതരാന്നുള്ള രീതിയിൽ വെച്ച്. ഇവിടെ ഒരാളെ പണിക്ക് വെക്കാന്ന് പറഞ്ഞതാണ്. അതിനോക്ക് കയ്യൂല ഗൈസ്. ആരോ പറഞ്ഞു പർസ് നന്നായിട്ട് തടി കൂടുന്നുണ്ട്. അങ്ങനെ ഇവിടെ വലിയ മുറ്റം ഒന്നായിട്ട് അടിച്ചു. ആ ഗേറ്റ് അടിച്ചാലേ ആവുന്നില്ല കേട്ടോ. ഓരോ അത് പട്ടച്ചൂലാണെ കുഴപ്പമില്ല. കുറച്ച് ഇന്റർലോക്ക് ചെയ്ത മുറ്റാണ്. അപ്പൊ ഈ ചൂലിനോട് അടിച്ചുതരാൻ പറ്റുന്നില്ല. ഞാൻ ഒരു വെയിലും കാരണം എല്ലാ പണിയും കഴിഞ്ഞിട്ടാണ് ഞാൻ അടിച്ചുതരാൻ നിന്നത്. അപ്പൊ സമയം ഇപ്പൊ ഒരു 10 മണി കഴിഞ്ഞപ്പോൾ നല്ല വെയിലും വന്നു. അതാ മുഖം നോക്കി വേർത്തൊഴിച്ച് കഴിച്ചൊക്കെ വേർത്തൊഴിച്ച് ഞാൻ അടുക്കള ഭാഗം കൂടി അത് അടിച്ചാറുണ്ടെന്നുള്ള കൺഫ്യൂഷനിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് നിങ്ങൾ വീഡിയോ ആയിട്ട് വന്നത്. ഇവിടെ ഒരു അടിച്ചുതരാൻ ഒരാളെ വെച്ചാൽ വേറെ ഒന്നും വെക്കണ്ട. ചോറും കറിയൊക്കെ ഞാൻ വെച്ച് കഴിഞ്ഞില്ലേ, അടിച്ചുതരാൻ മാത്രം ഒരാളെ വെച്ചാൽ കുറേ ലോങ് ഉണ്ടല്ലോ. അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു തരാൻ 1 കിലോമീറ്ററോളം ഉണ്ട് എനിക്ക് തോന്നുന്നു. നിങ്ങൾ പലഹാരം ഉണ്ടാക്കും. അപ്പൊ ഫർസോന്റെ കുളിയൊക്കെ കഴിഞ്ഞു, പണികൾ കഴിഞ്ഞു. അപ്പൊ ശ്രീനെ കുളിപ്പിക്കാൻ വേണ്ടി പോകും. ഐസുനെ കുളിപ്പിച്ച് ഉറക്കി. ഐസ് ഈ സമയത്ത് കിടന്ന് ഉറങ്ങുന്നത്. ഐസില് പിന്നെ രാവിലാണോ അവളെ ഉറക്കോ, രാത്രി ഉറക്കല്ലോ. അപ്പൊ ഈ സമയത്തൊക്കെ അവൾ ഉറങ്ങുന്ന സമയം. അതപ്പോൾ ഉറക്കൊന്ന് കഴിഞ്ഞിട്ട് കുളിപ്പിക്കാൻ വെച്ചിട്ടുണ്ടായി അല്ലേ. നമ്മള് കുളിക്കാന്ന് പറയുന്നതേ ഇഷ്ടല്ല. നോക്കി പഠിപ്പിക്കും നോക്കി എന്നോട് വേണ്ട എന്നെ കുളിക്കണ്ട അമ്മ കുളിക്കാ. ആ എടാ ഈ പാപ്പയും കണക്കാണല്ലോ. പാപ്പ കുളിക്കൂല അല്ലേ. പാപ്പ കുളിക്കൂല. നമ്മള് ചോറ് തിന്നാൻ പോവാണ്. ഉറക്കിയിട്ടുണ്ട്. പക്ഷെ ചോറ് വെച്ചതാണ് കോമഡി. വെതുണ്ടൻ അരി വെച്ചിട്ട് അലിഞ്ഞു പോയി. വെതുണ്ടൻ അരി അല്ലത്, റേഷൻ അരിയാ. ഇവിടെ വെതുണ്ടൻ അരി അരിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് പറ്റുമോ? ഐസുവിന് പറ്റുമോ? എന്നെക്കൊണ്ട് ഇത്രയും ചോറ് ബാക്കിയുള്ളൂ. അതില്ലേ അരസേറിന്റെ പകുതി ഞാനെടുത്ത്. അത് മതിയാവും നമുക്ക് രണ്ടാളും. ഇനിയിപ്പോ ആ ചേറ് മൊത്തം എടുക്കണം. ഇനി നാളെ മുതൽ നമ്മള് ചോറ് വെക്കണമെങ്കിൽ. ഇപ്പൊ മനസ്സിലായി. ഇന്ന് രാത്രി ഞാൻ ചപ്പാത്തി ഉണ്ടാക്കും. ഞങ്ങൾ ചപ്പാത്തി തിന്നല്ലോ. അല്ലെങ്കിൽ ആശിക്കൊക്കെ പുറത്തുനിന്ന് വാങ്ങിത്തരും. ഇങ്ങനെ വാങ്ങി തന്നെ വേറെ ആരും വാങ്ങി തന്നെ. ഞാൻ വേഗം ചോറ് നമ്മള് അടുക്കള മത്തി പഠിച്ച അല്ല ഇത് നോക്കി. നമ്മള് രനിയാൾ തിന്നാത്ത വേറെ ഒന്നല്ല കേട്ടോ. പിന്നെ ഇതൊക്കെ എടുത്ത് അങ്ങോട്ടേക്ക് പോകണോ, അതൊക്കെ കേക്ക് അങ്ങോട്ടേക്ക് പിന്നെ എടുക്കണം. മടി കാരണമാണ് അടുക്കളയിൽ തന്നെ തിന്ന്. ഇത്രയും വലിയ തിണുള്ള അപ്പം നമുക്ക് ഇവിടെ നിന്നാ പോരെ അല്ലേ. അങ്ങോട്ടേക്ക് ടേബിളിന്റെ മുകളിലേക്ക് പോകണം. വെറുതെ ഒരു കഷോക്ക് വേണ്ടിട്ട്. ഇപ്പൊ വൈകുന്നേരമൊക്കെ ആയപ്പോ ഇവിടെ ഒരു ഐസാരം പോയിട്ടപ്പോ ആ ഐസാരം എടുത്തു വാങ്ങി. കൊറേ കാലത്തിന് ശേഷം ഞാൻ അങ്ങനെ വാങ്ങി തന്നെ. അല്ല എനിക്കിലും ഇങ്ങനെ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങി തന്നതാണ്. അടുക്കടക്ക് നമ്മള് പേടിയെന്ന് വാങ്ങി തിന്നത്. ഇങ്ങനെ കൊറേ കാലത്തിന് നൊസ്റ്റാൾജി അല്ലെ. ഇങ്ങനത്തെ ആൾക്കാരുടെ നിന്നൊക്കെ ചെറുപ്പത്തിൽ വാങ്ങി തിന്നതൊക്കെ ഓർമ്മയുണ്ട്. വലുതായപ്പോ വല്ലയിടത്തും വാങ്ങിയില്ല. എപ്പോഴും ആദ്യമായിട്ട് ഇതിന്റെ മുന്നിൽ കൂടെ ഐസാറിനൊക്കെ എപ്പോഴും പോക്കുണ്ട്. അപ്പൊ ഞാൻ എടുക്കണ വിചാരിച്ചു ഇന്ന് വാങ്ങണം. ഇന്ന് ആശിക്കാക്ക എനിക്ക് സർപ്രൈസ് ആയിട്ട് വാങ്ങി തന്നത് അല്ല ഐസോ. ആണിതൊക്കെ ചെറുപ്പത്തിൽ തിന്നത് അങ്ങനെയൊക്കെ.
നമ്മളെ എസ്ലി ഇങ്ങനത്തെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ ആരെയുണ്ട്? ഞാൻ ഡയമണ്ടിന് പറയട്ടെ ഐസു നീ എന്നെ വിളിച്ചോട്ടാ, ഇന്നല്ലെന്ന് പറഞ്ഞ മിൽക്ക് സർബത്ത് ഉണ്ടാക്കി നീ എന്നെ വിളിച്ചോട്ടാ. ഉണ്ടാക്കി മിൽക്ക് സർബത്ത് ഉണ്ടാക്കി തരുമോ അമ്മീനോ? അതുണ്ടാക്കി തരുമോ? ഇത് കഴിഞ്ഞുണ്ടാക്കി തരാം. അപ്പോൾ ഗൈസ് നമ്മൾ രാത്രിയായി എന്നപ്പോൾ ഇപ്പോൾ സമയം 8 മണിയൊക്കെ ആയി. ഞങ്ങൾ നേരത്തെ കാലത്തെ കിടന്ന് ഉറങ്ങാൻ പോവാണ്. കാരണം ഞങ്ങളല്ല പർസു അല്ല നിങ്ങളും കൂടെ കിടക്കുന്നില്ലേ? അതല്ല ഐസ് കിടന്ന് ഉറങ്ങിയിട്ട് മോള് ഉറങ്ങുന്നില്ല. മോള് അടുക്ക് ഇങ്ങനെ എണീക്കുകയാണ്. ഓൾ ഈ സമയത്തൊന്നും ഉറങ്ങൂല. ഞങ്ങൾ വേഗം ചോറും എന്നിട്ട് കിടന്നുറങ്ങാനുള്ള രീതിയിലേക്കാണ്. ഓളെ എങ്ങനെ കിടത്തി ഉറക്കണം. അപ്പൊ നമ്മളൊരു ഡേ ഇങ്ങനെ തീരുകയാണ് ഗൈസ്. ഇങ്ങനെയൊന്നുമല്ല, ഇനി എന്തൊക്കെ കാണിക്കാനൊക്കെ മടിക്കി വെക്കാനൊക്കെ ഉണ്ട്. ഞാൻ അതൊന്നും മടിക്കൊന്നും വെച്ചില്ല. കുറച്ച് പാത്രം കഴുകാനുണ്ട്. കുറെ പിന്നെ മക്കൾ അതിനെ കൊണ്ട് ക്യാമറയും പിടിച്ച് നടക്കാൻ പറ്റുന്നില്ല. അതാണ് മോള് തീരെ ബാക്ക്ഗ്രൗണ്ട് ചിലപ്പം കേക്ക് ഉണ്ട്. അവൾക്ക് അരിയാണ്. അവൾക്ക് മദേഴ്സ് സോങ് ഒക്കെ വെച്ചെടുത്തിട്ടുണ്ട് ടി.വിയിൽ. അതായത് നേരെ ഇത് തൊട്ടിൽ കിട്ടിയത്. അപ്പോൾ അത് വേണേ കണ്ടുണ്ട്. അതാ കരിയ ഒക്കെ ഒന്നും ഇതാവൂല. എന്നപ്പോൾ വേഗം തിന്നിട്ട് ഞാൻ അവളുടെ അടുത്തേക്ക് പോകണം. തിന്നണില്ല. അപ്പോഴത്തേക്ക് ഞാൻ അവളുടെ അടുത്ത് ആട്ടിയിട്ട് വരട്ടെ. തൊട്ടിൽ ആടികൊണ്ട് നിൽക്കുകയാണ്. തൊട്ടിൽ നിന്നാൽ അവളടങ്ങാറാണ്. അതപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ.